രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണവും ചർച്ച ചെയ്ത് KPC നേതൃയോഗം. എന്നാൽ നേതൃയോഗത്തിൽ രാഹുൽ വിഷയത്തിൽ VD സതീശൻ മിണ്ടിയില്ല. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ VD സതീശൻ ഹൈക്കമാൻഡിന് പരാതിയും നൽകി. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. എന്നാൽ KPCC നേതൃയോഗത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയത്തിൽ മൗനം പാലിച്ചു. രാഹുൽ വിഷയത്തിലടക്കം പല നേതാക്കൾക്കും ക്ലാരിറ്റി ഇല്ലെന്ന് നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിച്ച് പറയുമ്പോൾ സംശയമുയരുമെന്ന് നേതാക്കൾ പറഞ്ഞു. പല നേതാക്കളും രാഹുലിനെതിരെ നിലപാട് പറയുന്നില്ല. സൈബർ ആക്രമണങ്ങൾക്ക് കാരണം നേതാക്കൾക്ക് വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി കുറവെന്നും അഭിപ്രായമുയർന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ രാഹുലിനൊപ്പം സഭയിലെത്തിയതും വിമർശനത്തിനിടയാക്കി. സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടിക്കാണ് KPCC യോഗത്തിൽ നിർദ്ദേശം. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. സൈബർ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് K മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് പരാതി നൽകി. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വയനാട് ആത്മഹത്യകളും വിവാദങ്ങളും യോഗം ചർച്ച ചെയ്തു. NM വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തുവെന്ന് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.